പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ഒരു DAC കണക്ട് ചെയ്തിട്ട് നമുക്ക് NICD ഇവിടെ കാണുന്ന ഒരു മെസ്സേജ്, അതായത് നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നപ്പോഴൊക്കെ DAC കണക്ട് ചെയ്യുമ്പോൾ സ്പാർക്കിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് NICD സൈൻ ഇസ് നോട്ട് ഇൻസ്റ്റാൾ ഓർ റണ്ണിങ്. അപ്പൊ ഇതിന്റെ ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയ ഒരു ടിപ്പാണ്. അപ്പൊ നിങ്ങളത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു പേജ് നിൽക്കെ തന്നെ, നിങ്ങൾ സ്പാർക്കിൽ ഇങ്ങനെ ഒരു പേജ് നിൽക്കെ തന്നെ നിങ്ങൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. അതായത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന HTTPS, ഇവിടെ ഈ ഒരു ഗൂഗിൾ ഒന്നും എടുത്ത് വെച്ച് ടൈപ്പ് ചെയ്യരുത്. ഈ ഒരു അഡ്രസ് ബാറിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. https://localhost:8020. ഇതേ രീതിയിൽ തന്നെ ഞാൻ ഇതിന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഫോർമാറ്റ് ടൈപ്പ് ചെയ്തിട്ടേക്കാം. അപ്പൊ ഇത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് പുതിയൊരു വിൻഡോയിൽ എൻ്റർ ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഇത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് എൻ്റർ എന്ന് പറയാം. എൻ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. യുവർ കണക്ഷൻ ഈസ് നോട്ട് പ്രൈവറ്റ്. നിങ്ങളിവിടെ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ പ്രൊസീഡ് ടു ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 404 നോട്ട് ഫൗണ്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പൊ ഇത് ഓക്കെ ആയി, നമ്മുടെ സ്പാർക്കിലേക്ക് നമുക്ക് ബില്ല് ചെയ്യാനായിട്ട് നമുക്കിത് ഓക്കെ ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് നമുക്കിവിടെ നമുക്ക് DACയുടെ പാസ്വേഡ് ടോക്കൺ ചെയ്യാനുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഇത് ടൈപ്പ് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു വിൻഡോ ആയിരിക്കും വരിക. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു വീഡിയോ ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം.